ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും രണ്ടാമത്തെ വിവാഹമാണല്ലോ. എനിക്ക് തോന്നുന്നു ആദ്യ വിവാഹത്തിനേക്കാളും കുറച്ചും കൂടി പ്രഷറും ചിന്തിക്കുന്നൊക്കെ രണ്ടാമത്തെ കല്യാണത്തിനെ കുറിച്ചായിരിക്കും. എങ്ങനെയായിരിക്കും, ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുണ്ടാവല്ലോ. ഏതൊരു നിമിഷത്തിലാണ് നിങ്ങൾ രണ്ടുപേരും ഇവരാണ് എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടത്, ഇതാണ് കറക്റ്റ് എന്ന് തോന്നിയൊരു മൂമെന്റ് എന്തായിരുന്നു ശരിക്കും? അത് ശരിക്കും പ്രതിഭേനെ കണ്ടത് വളരെ അവിചാരിതമായിട്ടാണ് പ്രതിഭയെ കണ്ടത്. പിന്നീട് എന്താ പറയുക, എനിക്ക് കുറേ സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് തുടങ്ങിയത്. സംസാരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ നമുക്കുണ്ടാവില്ല, ചിലത് പറയുന്നതൊക്കെ ഓപ്പോസിറ്റ് റിപ്ലൈ വരുന്ന സമയത്ത് ഇതായിരുന്നല്ലോ ഞാൻ പ്രതീക്ഷ. അപ്പോൾ പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടില്ല, ഇയാളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ പോയി കുറച്ചു കാലം ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന് പോയതാണ്. പിന്നെ ഏതൊരു മൊമെൻറ്റിലാണ് നമുക്ക് പ്രതിഭയുടെ കുറേ കാര്യങ്ങൾ, കുറേ എന്താ പറയുക, അവൾ അനുഭവിച്ച കുറേ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ കുറേ എന്താ പറയുക, ആദ്യത്തെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ, അതും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു സംസാരത്തിലൂടെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഭാര്യ എന്നേക്കാൾ ഉപരി ഇതായിരിക്കും എൻ്റെ മക്കൾക്ക് അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ആദ്യം തോന്നിയത്. അപ്പം അതാണ് ഞാൻ അവളോടും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ, അതായത് എൻ്റെ സിദ്ധുവിനും കുഞ്ഞുവിനും അമ്മയാകാമെന്നുള്ള രീതിയിലാണ് എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞത്. അപ്പം അതേ രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഞാൻ എൻ്റെ കുടുംബം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ ഇവളുടെ മെൻറ്റാലിറ്റിയൊക്കെ അതാണെന്നുള്ളത് തോന്നൽ വന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു തോന്നിയേ? ഞാൻ എൻ്റെ ലൈഫിൽ സൈഷേട്ടൻ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സുഹൃത്തുക്കളായിട്ടാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പം അപ്പോഴൊക്കെ കല്യാണത്തിലേക്ക് വന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു കല്യാണം കഴിക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഓക്കെ ആയത് സൈഷേട്ടൻ എൻ്റെ മോളായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ മോള് ഓക്കെ ആവുമോ എന്നുള്ളതാണ്. കാരണം അത്രയും ഏജ് ആയൊരു കുട്ടി, 10-15 വയസ്സായ ഒരു കുട്ടി നമ്മൾ കല്യാണം എൻ്റെ കൂടത്തെ കൂടുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് എൻ്റെ ലൈഫിനെയും ബാധിക്കും, രണ്ടാളുടെ ലൈഫും പോവും. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ 100% എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഈ കല്യാണത്തിനോടുള്ള ഒരു ഓക്കെ എന്ന് പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് സഫർ ചെയ്ത കുറേ കാര്യമുണ്ട് എൻ്റെ ലൈഫിൽ. അത് മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ ഭാര്യയും ഭർത്താവല്ലേ അങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡിന് എനിക്ക് ഓക്കെ ആവേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് പലപ്പോഴായിട്ട് സജീഷനോട് സംസാരിച്ചപ്പം എനിക്ക് സജീഷനിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പം ചില സ്ഥലത്ത് നമുക്ക് നമ്മളെ ഹസ്ബൻഡിനെ കൂട്ടി ചില സ്ഥലങ്ങളിൽ പോകാൻ പറ്റാത്ത ലൈഫൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പല ആൾക്കാരുടെ മുന്നിൽ നാണം കേട്ട്. അപ്പം അതൊന്നും എനിക്കൊരിക്കലും ഇവരെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് എനിക്ക് അതിൽ 100% ഉറപ്പായിരുന്നു. അപ്പം അതിൽ കൂടുതൽ പിന്നെ എനിക്കൊന്നും ചിന്തിക്കാനില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ നികത്തി അടുത്തതിന് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അല്ലാതെ ഇതും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതിലായിട്ടുള്ള എനിക്ക് 100% അസമയത്ത് എനിക്ക് ഓക്കെ ആയിരുന്നു, അതിപ്പോഴും ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ ഫേസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ആളുകളാണ്. ഇതുപോലെ ഒത്തിരി ആളുകൾ അത് ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒറ്റപ്പെടലിന്റെ ഒരു വേദന എത്രത്തോളം തീവ്രമുണ്ട്? ഒറ്റപ്പെടലിന് ആൾക്കാർക്കത് പല രീതിയിലാണ്. ഇപ്പോൾ ഞാൻ കല്യാണം എന്നുള്ള ആ ഒരു തീരുമാനം എടുത്ത സമയത്ത് പല ആൾക്കാരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇപ്പം നിനക്ക് കല്യാണമൊക്കെ, അതായത് ലിനി പോയിട്ട് ജോലിയൊക്കെ കിട്ടി, കുറേ പൈസയൊക്കെ കിട്ടി, അതുകൊണ്ട് കുറച്ചൊരു ഹാപ്പി ആയ സമയത്ത് കല്യാണം കഴിക്കണം തോന്നി, എന്തിനാ കല്യാണം കഴിക്കുന്നത്, അവർ പോയതിൻ്റെ ജോലിയല്ലേ കിട്ടുന്നത്, അപ്പം അത് വെച്ചിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ എന്നുള്ള രീതി. അവർക്കൊന്നും ഈ പറഞ്ഞ ഒറ്റപ്പെടൽ എന്നുള്ള ഫീലിംഗ് ആയിരിക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ സമൂഹത്തിൽ ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നു, മക്കളെ കാര്യം നോക്കുന്നു. ഇതൊരു ലൈഫ് എന്നുള്ള രീതിയിൽ അത് അനുഭവിച്ചതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ വന്ന് കുടുംബക്കാരുണ്ടാവാം, വീട്ടുകാരുണ്ടാവും, ഒക്കെയാണ്. പക്ഷേ നമ്മളെ കൂടെ നമുക്കൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അത് വലിയൊരു ഗ്യാപ്പാണ്.
അത് നമുക്ക് നികത്താന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും വീട്ടിലെത്തി മക്കളെ പഠിപ്പിക്കുന്ന കാര്യം നോക്കും, അവരതൊക്കെ കഴിഞ്ഞ് അവരുറങ്ങും. നമ്മൾ കുറേ സ്ഥലത്ത് നമ്മളൊരു ബ്ലാങ്ക് ആയിരിക്കും. അത് നമുക്ക് പലപ്പോഴും നമുക്ക് ഇവരോട് എന്താ പറയുക, മക്കളോട് പോലും ഒന്നങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലോ നമ്മളെ സ്വന്തം അമ്മയോട് പോലും ചിലപ്പം നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് പലപ്പോഴും വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഞാനത് പ്രതിഭേനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ ഒരു കേസിലാണെങ്കിൽ ലിനി എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യക്തി, അപ്പോൾ അവർ സമൂഹത്തിൽ മൊത്തം അറിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നില്ല, ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതും ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നതും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആൾക്കാർക്ക് എന്താ പറയുക, ചിലപ്പോൾ നല്ലതായിരിക്കാം അല്ലെങ്കിൽ ചീത്തയായിരിക്കാം, എന്താണെങ്കിലും അത് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന ഓരോ കാര്യങ്ങളും അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എന്നുള്ള അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞ പോലെ ഒരുപാട് പ്രഷറുണ്ട്. ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് മക്കളെ നോക്കിയില്ല, അല്ലെങ്കിൽ മക്കളെ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണെന്ന് പലപ്പോഴും നമ്മളിപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഏതൊരാളാണ് ചിലപ്പം ചില കാര്യങ്ങൾ തെറ്റിപ്പോവും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ തെറ്റിപ്പോകുന്നത്. പക്ഷെ ആൾക്കാർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ അതൊന്നും ചിന്തയില്ല, അവൻ വേറെ കാര്യത്തിലൊക്കെയാണ് ചിന്തകൾ. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു മാനസികാവസ്ഥ ആരും ചിന്തിക്കുന്നില്ല. അത് ശരിക്കും ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരിക്കലും, ഞാൻ പറയുന്നത് പറഞ്ഞാൽ ആരും ഇപ്പോൾ ഈ കല്യാണം സെക്കൻഡ് മാരേജ് ആരും ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം. അത് ഒറ്റപ്പെട്ട് ജീവിക്കണം എന്ന് ഒരിക്കലും പറയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടോ എൻ്റെ അതേ ചിന്താഗതി തന്നെയായിരുന്നു ലിനിക്കും. ലിനി ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയാണ്. കാരണം ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്ത് ഞങ്ങൾ അത്രയും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ആരും മോശം പറയാന്നില്ല, അല്ലെങ്കിൽ ആരും കൊതിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ലൈഫിൽ ജീവിച്ചിട്ടുള്ളത്. അത് അവസാന നിമിഷം വരെ, ഇനി പോകുന്ന അവസാന നിമിഷം വരെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എൻ്റെ ഇനി ഹോസ്പിറ്റലിൽ എത്തുന്ന വരെയുള്ള വാട്സപ്പ് ചാറ്റുകൾ ഞങ്ങൾ കോളുകൾ കണ്ടറിയാം. ഓരോ 15 മിനിറ്റിൻ്റെ ഇടവിട്ടുള്ള കോളുകളാണ്. അത് ഞാൻ വാട്സപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ ആ സമയം തൊഴിൽ ഡെയിലി ഒരു 5-8 പ്രാവശ്യം വിളിക്കുന്ന ഒരാളാണ്. ഇത്ര ദൂരമുള്ള, ഞാൻ ഗൾഫിലുള്ളതാണ്, ഇനി ഇവിടെയുള്ള. പക്ഷേ അതാണ് എൻ്റെ ലൈഫ്. ഞങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റിലെ ഗ്യാപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് ഞാൻ പ്രതിഭേൻ്റെ അടുത്ത് എത്തിയ സമയത്തും പ്രതിഭയ്ക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം പ്രതിഭയിലേക്ക് എത്തിയ സമയത്ത് ഞങ്ങൾ തന്നെ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പല ആൾക്കാരും എത്തുന്ന ഇങ്ങനെ 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്താ വിളിക്കുക, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ആ രീതിയിൽ മനസ്സിൽ ചിന്തയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ലിനി പോയിട്ടൊരു 2018 പോയി 2022 വരെയുള്ള ആ 4 വർഷം എന്ന് പറയുന്നത് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അത്രമാത്രം എനിക്കത് മനസ്സിൽ വല്ലാത്തൊരു തന്നെ, എനിക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരാളില്ലാതാവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഞാൻ തിരിച്ച് കയറി വന്നത് എന്താ പറയുക, ശരിക്കും അത് പ്രതിഭയ്ക്ക് തന്നെ മനസ്സിലായിട്ടാവും. ആ രീതിയിലേക്ക് ഞാൻ തിരിച്ചു വന്നത് വലിയൊരു സപ്പോർട്ട് പ്രതിഭയും കൂടി തന്നിട്ടാണ്. എനിക്കൊന്ന് പ്രതിഭ ചേച്ചിക്കും അത് ഓൾറെഡി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്, ഒറ്റപ്പെടലിന്റെ ഫീൽ അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഒരു സൈഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സൈഷേട്ടൻ പറഞ്ഞ മാതിരി ലിനി സിസ്റ്റർ മരിച്ച സമയത്ത് തന്നെ, സൈഷേട്ടൻ പറഞ്ഞൊരറിവില് മരിച്ച സമയത്ത് തന്നെ ഒന്ന് അല്ലാത്തൊരു ഹസ്ബൻഡിന്റെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റൂല എന്ന് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്യാമറയും മറ്റേ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് പല ആൾക്കാരും ചോദിച്ചു, എന്താ നിങ്ങളെന്താ കരയാത്ത? ഞാൻ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ വീട്ടിലേക്ക് ലിനി മരിച്ചിട്ട് കോഴിക്കോട് നിന്ന് ഈ ബോഡി ക്രിമേഷൻ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നൊരു ഫീലിംഗ് എൻ്റെ മക്കൾക്ക്. ഞാൻ അതായത് ഗൾഫിൽ പോയിട്ട് മുട്ടായും ഇതൊക്കെ ആയിട്ട് വരുന്നൊരു ഫീലിംഗ് ആണ് എൻ്റെ മക്കൾക്ക് ഉണ്ടായിരുന്നത്. അവരുടെ അടുത്തേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാൻ എന്താ കരയണോ അല്ലെങ്കിൽ ചിരിക്കണോ എന്നുള്ളൊരു അവസ്ഥയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. കാരണം മക്കളുടെ അടുത്ത് അതൊന്നും പറയാനുള്ളൊരു ഇതില്ല. അത്ര പോലും ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ അന്ന് എത്തിയിട്ടില്ല. പലപ്പോഴും എന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഇപ്പം അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പഴയ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് നിങ്ങളന്ന് ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു മുഖം കണ്ടിട്ട് കരയുന്നൊരു മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്കൊരിക്കലും കരയാൻ പറ്റില്ല. കാരണം ഇനിയും മരിച്ച സമയത്ത് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ കരയുന്ന ഒരാളും അല്ല ഞാൻ.
ഇന്നും എൻ്റെ കുഞ്ഞുവിന് മൂത്ത മോന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അവന് എന്താ പറയുക, ഞാൻ ആ സമയത്ത് അവനായിരുന്നു എൻ്റെ, ഇപ്പം കുറേയൊക്കെ അമ്മയായി മാറിയിട്ടുണ്ടെങ്കിലും എൻ്റെ എന്ത് മാറ്റവും അറിയുന്നത് ശരി കുഞ്ഞുവിനാണ്. കുഞ്ഞുവിന് എൻ്റെ അതേ രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മോന് മനസ്സിലാകുന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. അന്ന് വന്ന സമയത്ത് ഇവരൊക്കെ ഉള്ള സമയത്ത് മോൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ ഇനി തിരിച്ചു വരില്ലല്ലോ എന്നല്ല. അന്ന് കുഞ്ഞുവിന് 8 വയസ്സേ ഉള്ളൂ. ആ 8 വയസ്സുള്ള മോൻ ആ രീതിയിൽ ചിന്തിക്കാനുള്ളൊരു ഇത് വന്നതെന്ന് പറഞ്ഞാൽ അതെന്തോ ഭാഗ്യം കൊണ്ട് ദൈവം കൊടുത്തിട്ടുള്ള ഒരു പക്വത അവനുണ്ടായിരുന്നു. അന്ന് മുതൽ നമ്മളെല്ലാ കാര്യങ്ങളും ഞാനും കുഞ്ഞും അല്ലെങ്കിൽ സിദ്ധു എന്ന് വളരെ ചെറു 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ്. നമുക്കൊരിക്കലും എന്താ പറയുക, ആ ഒരു വിഷമവും കാര്യമൊന്നും ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ഒരിക്കലും അത് കരഞ്ഞ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കരയുക എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിൽ വെക്കുന്ന സാധനം നമ്മൾ പുറത്തേക്ക് പോയി പോകും. കരഞ്ഞു തീർക്കാന്ന് പറയില്ലേ, അതൊരിക്കലും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമവും കാര്യമൊക്കെ അവിടെ തന്നെ കിടക്കുക. ശരിയാണ്. കപ്പിൾ എന്ന നിലയിലെ ഒരാൾ ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, ഒരാൾ കുറച്ചേ സംസാരിക്കും. നിങ്ങളിൽ ആരാണ് ഒരുപാട് സംസാരിക്കുന്ന ആളാരാ? അത് തീർച്ചയായിട്ടും ഞാനിപ്പോഴാണ് ശരിക്കും ഞാൻ വളരെ വളരെ എന്താ പറയാ വളരെ കുറവാ സംസാരിക്കുള്ളൂ. ലിനിയുള്ള സമയത്ത് ലിനിയായിരുന്നു എൻ്റെ സ്പീക്കർ. ഇപ്പോൾ പ്രതിഭയായി. ആ സമയത്ത് അവൾ നന്നായി സംസാരിക്കും, ഞാൻ വളരെ കുറവായിരുന്നു സംസാരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബും കാര്യമൊക്കെ വന്ന് ഇവള് തന്നെ ഉന്തി കൊണ്ടുപോകുന്നതാണ് ശരിക്കും. ഞാൻ പലപ്പോഴും ക്യാമറ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖം അങ്ങനെ പോകും, ലൈറ്റ് അന്നേരം പോകും. അത് ആക്കി കൊണ്ടുപോകുന്നത് ശരിക്കും പ്രതിഭ തന്നെയാണ്. ഒരു യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ പറയും സജീഷിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, പ്രതിഭ എനിക്കറിയാം സംസാരിക്കൂല. അപ്പൊ സ്റ്റാർട്ടിങ് ഇൻട്രോ തുടങ്ങുമ്പോഴേ പറയൂ ഈ പറയാന്നറിയോ, ഒന്നും പറയാൻ കിട്ടില്ല സജീഷേട്ടൻ. ഞാൻ പറഞ്ഞ് തുടങ്ങി പിന്നെ സജീഷേട്ടൻ സംസാരിക്കും. അപ്പൊ എപ്പോഴും ഇവിടെ മക്കളൊക്കെ ഇതേ തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. സംസാരം കുറച്ച് കുറവാണ്.